കെ.ആർ. സാജു തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാജു, ഇപ്പോൾ കെ സുധാകരൻ നേരത്തെ പറയുന്നത് കേട്ടു, കൺഫ്യൂഷനൊന്നുമില്ല, ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എല്ലാറ്റിലും തീരുമാനമായതാണ് എന്ന്. പിന്നീട് ഇന്നത്തെ ഒരു പകൽ ഈ സമയം വരെ KCയുടെ ഔദ്യോഗിക വസതിയിൽ വലിയ ചർച്ചയും കൂടിയാലോചനകളും ഒക്കെ നടന്നിട്ടുണ്ട്. ഏത് സീറ്റിനെ ചൊല്ലിയ, ഏത് സീറ്റിന്മേൽ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച കൂടുതൽ സമയവും പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു വടകരയുടെ കാര്യത്തിൽ എന്തെല്ലാം സാധ്യതകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഷാഫിയിലേക്ക് തന്നെ നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ കാലത്തുമുള്ള സൈഫുദ്ദീൻ, ഞാൻ രാവിലെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇതിനകത്ത് അഭ്യൂഹങ്ങൾ ഉണ്ടാകും, ചില നാടകീയമായ നീക്കങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പ്രവചനാതീത സ്വഭാവമുള്ള ചർച്ചകൾക്ക് ശേഷം വരുന്ന ഒരു ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെ നമുക്ക് എല്ലാ കാലത്തും വിശേഷിപ്പിക്കാം. ഇത്തവണയും അങ്ങനെ പല സാധ്യതകൾ പരിശോധിക്കപ്പെട്ട, സാധ്യതകൾ വാർത്തകളായി വന്നു, അങ്ങനെ പോയി ചില കൺഫ്യൂഷനുകൾ ചില ഘട്ടത്തിൽ കടന്നു വന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് അന്തിമമാക്കപ്പെടുന്നതിലേക്ക് കോൺഗ്രസ് ഇത്തവണയും എത്തിച്ചേർന്നിരിക്കുന്നത്. അടുത്ത കാലത്തൊക്കെയായി സ്ഥാനാർത്ഥി പട്ടികയിൽ എപ്പോഴും ചില സർപ്രൈസ് നീക്കങ്ങൾ കോൺഗ്രസ് ഒളിപ്പിച്ചു വെക്കാറുണ്ട്. ഇത്തവണയും അത്തരമൊരു സർപ്രൈസ് നീക്കമുണ്ടായിരുന്നു. അത് വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള കെ മുരളീധരൻ്റെ ഷിഫ്റ്റ് ആയിരുന്നു. അതിന് പ്രത്യേക സാഹചര്യമുണ്ട്. മുരളീധരൻ്റെ സഹോദരി കൂടിയായ പത്മജ വേണുഗോപാൽ പാർട്ടിക്ക് മേളിൽ തീർത്തിരിക്കുന്ന ഒരു പത്മവ്യൂഹമുണ്ട്. ആ പത്മവ്യൂഹത്തെ മറികടക്കാൻ BJP A ക്ലാസ് മണ്ഡലമായി കരുതുന്ന പത്മജയുടെ കൂടി തട്ടകമായ തൃശ്ശൂരിൽ ഒരു വലിയ കൂടുതൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് അവതരിപ്പിക്കേണ്ടിയിരുന്നു. അവിടെയാണ് ആ ദൗത്യം ഒരിക്കൽ കൂടി കെ മുരളീധരനിലേക്ക് വരികയും കെ മുരളീധരൻ ഏറ്റെടുക്കുകയും ചെയ്തത്. ഇതിൽ വലിയ രീതിയിലുള്ള കൺഫ്യൂഷനുകൾ ഇല്ലായിരുന്നു. കാരണം ഇന്നലെ രാത്രി തന്നെ കെ മുരളീധരൻ അതിന് സമ്മതം മൂളിയിട്ടുണ്ട്. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, നേതാക്കൾ ഫോണിൽ സംസാരിക്കുമ്പോൾ തുടർന്നാണ് ആ വാർത്ത തന്നെ പുറത്തേക്ക് വരികയും ചെയ്തു. പക്ഷെ വടകരയിലെ പകരക്കാരനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നീണ്ടുപോയിട്ടുണ്ട്. കാരണം ആ ചർച്ച തുടങ്ങിയത് T സിദ്ദീഖിൽ നിന്നാണ്, പിന്നീട് ഷാഫിയിലേക്ക് പോകുന്നു. അങ്ങനെ വിവിധ പേരുകൾ ആ ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. KPCC നേതൃത്വം 4 പേരടങ്ങുന്ന പാനൽ ആ ചർച്ചയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ T സിദ്ദീഖ്, ഷാഫി പറമ്പിൽ, PM നിയാസ്, അത് കണ്ണൂരിൽ നേരത്തെ പരിഗണിച്ചിരുന്ന VP അബ്ദുൾ റഷീദ്, ഇങ്ങനെ 4 പേരുകൾ ഈ ചർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലായി വടകരയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ മുരളീധരൻ വടകരയിൽ നിന്ന് പോകുമ്പോൾ KK ശൈലജയെ എതിരിടാൻ കഴിയുന്ന അതിശക്തനായ സ്ഥാനാർത്ഥി വേണം എന്ന ചർച്ച അവിടെ ചൂടുപിടിക്കുന്നു. ആ ചർച്ചയിലാണ് ആ പേരുകൾ 2ലേക്ക് ചുരുങ്ങുന്നു. ഷാഫി പറമ്പിൽ, T സിദ്ദീഖ് എന്നീ നിലയിലേക്ക് ആ ചർച്ച ഇന്നലെ തന്നെ മാറി. തുടർന്ന് T സിദ്ദീഖുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ഷാഫി പറമ്പിലിന് മേൽ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയത്. ഷാഫിയും വടകരയിൽ മത്സരിക്കാൻ താല്പര്യമില്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത്. പക്ഷേ നേതാക്കൾ മത്സരിക്കണം എന്നും അത് പാർട്ടിയുടെ ആവശ്യമാണ് എന്ന നിലയിലുള്ള സമ്മർദ്ദം ചെലുത്തി. തുടർന്ന് ഇന്ന് രാവിലെയും ഷാഫി താനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സംസ്ഥാനത്തെ നേതാക്കളോട് ഒഴിവാക്കി തരണമെന്ന ആവശ്യം ഉന്നയിച്ചു. സ്വാഭാവികമായും ഇതെല്ലാം വീണ്ടും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ, ഡൽഹിയിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ ചർച്ചയായി വരുന്നു. ഈ ചർച്ചകൾക്ക് ശേഷം വിവിധ നേതാക്കളോട് സംസാരിക്കുന്നു, സംസ്ഥാനത്തുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു. അപ്പോൾ അവർക്കൊക്കെ മുന്നോട്ട് വെക്കാൻ ഷാഫി പറമ്പിൽ എന്ന പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് വിവിധ കാരണങ്ങളിൽ ഒന്ന്, മറ്റൊരു മണ്ഡലത്തിലും സാമുദായിക പ്രാതിനിധ്യം പിന്നീട് പാലിക്കപ്പെടാൻ കഴിയില്ല. കാരണം നേരത്തെ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ആലപ്പുഴയിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൂടി മത്സരിക്കാൻ തയ്യാറെടുത്തതോടുകൂടി പിന്നീട് മുസ്ലിം പ്രാതിനിധ്യം കൊടുക്കാൻ സീറ്റില്ല. അവിടെയാണ് കെ മുരളീധരൻ മാറുന്ന മണ്ഡലം ആയ വടകര അതും കൂടി പരിഗണിച്ചുള്ള സ്ഥാനാർത്ഥിയായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് ആ ചർച്ചകൾ ഉണ്ടായത്. അവസാനം ഷാഫിയെ സമ്മതിപ്പിക്കുകയായിരുന്നു നേതാക്കൾ മത്സരിപ്പിക്കാനായി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ചകളാണ് ഇങ്ങനെ നീണ്ടുപോയത്. അതിനിടയിൽ ചില നറേറ്റീവുകൾ സ്വാഭാവികമായും ഉണ്ടായി. ഇത്തരം മാറ്റങ്ങളിലേക്കൊക്കെ കൂടുതൽ നയിച്ചത് മുസ്ലിം പ്രാതിനിധ്യം സംബന്ധിച്ച ചർച്ചകളൊക്കെ ഇത്ര വിപുലമായി പോയതിന് കാരണം ആലപ്പുഴയിൽ KC വേണുഗോപാൽ ICCയുടെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി മത്സരിക്കുന്നതാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ പല മേഖലയിലുണ്ടായി. അതേതെങ്കിലും അർത്ഥത്തിൽ തിരിച്ചടിക്കുമോ എന്ന വിലയിരുത്തലുകൾ ഇതിനിടയിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ടായി. പക്ഷേ ആലപ്പുഴ പോലെ ഒരു മണ്ഡലം പിടിക്കാൻ KC വേണുഗോപാലാണ് നല്ല സ്ഥാനാർത്ഥി എന്ന നിലപാട് തുടക്കം മുതൽ KPCC നേതൃത്വം എടുത്തിരുന്നു. ആ ചർച്ചകളിലേക്ക് പിന്നെ തന്നെ ഊന്നി നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ആലപ്പുഴയിൽ KC വേണുഗോപാൽ തന്നെ മത്സരിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും
ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ചർച്ചകളുടെ തുടക്കം, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക എങ്ങനെയായിരിക്കുമെന്ന ചർച്ചകൾ തുടങ്ങി വന്ന ഘട്ടത്തിൽ 3 സീറ്റുകളിൽ ആരൊക്കെ എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒന്ന്, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നായിരുന്നു. 2, കഴിഞ്ഞ തവണ തോറ്റ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ആരായിരിക്കും. 3, KPCC പ്രസിഡന്റ് മത്സരിക്കാനില്ല എന്ന നിലപാട് ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് കണ്ണൂരിലാര് ഈ 3 സീറ്റുകളിൽ മാത്രമായിരിക്കും മാറ്റങ്ങൾ, എന്തെങ്കിലും പുതിയ സ്ഥാനാർത്ഥികൾ കടന്നു വരികയെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുന്നു. അതോടുകൂടി അവിടെ മാറ്റമില്ല. പക്ഷേ അപ്രതീക്ഷിതമായി വടകരയും തൃശ്ശൂരും മാറുന്നു എന്നതായാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ അവസാനം വരുമ്പോഴേക്കുമുള്ള ഏറ്റവും നാടകീയത എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം വടകരയിൽ കെ മുരളീധരൻ തന്നെ അംഗത്തിനിറങ്ങുമെന്നായിരുന്നു ഇന്നലെ രാത്രി വരെയും, അതായത് ഒരു 7 മണി സമയം വരെയും എല്ലാവരും ഉറപ്പിച്ചു വെച്ചിരുന്നത്. മറ്റെല്ലാം അഭ്യൂഹങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു. തീർച്ചയായും സാജു സൂചിപ്പിച്ചതുപോലെ ഈ അപ്രതീക്ഷിതമായ ക്ലൈമാക്സ് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ വേറിട്ട് നിർത്തുന്നതും ശ്രദ്ധേയമാക്കുന്നതും.